ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 123 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഇൻ ഫിഗർ 5.34 എ ബി ഈസ് പാരലൽ ടു സി ഡി. അതായത് ഈ ലൈനും പാരലലാണ്. ആൻഡ് സി ഡി ഈസ് പാരലൽ ടു ഇ എഫ്. ഈ ലൈനിന് പാരലലാണ്. ഓൾസോ ഇ എ ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. അതായത് ഇ എന്ന് പറയുന്നത് ഈ ലൈനാണ്. ഈ ലൈൻ എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. If angle BEF, അതായത് ഈ ആംഗിള് 55 ഡിഗ്രി ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? എ ബി പാരലൽ ടു സി ഡി ആൻഡ് സി ഡി പാരലൽ ടു ഇ എഫ് ആൻഡ് ഇ എ ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് എക്സും വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്താണ്? നമ്മൾ 3 പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ സി ഡിയും ഇ എഫും പാരലലാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇ ഡി നമുക്ക് എന്തായിട്ട് എടുക്കാം? ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കാം. ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് ആണ് വൈയും 55. ഇതിൻ്റെ സം അപ്പോൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 180യിൽ നിന്ന് ഈ 55 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് ആംഗിൾ വൈ കിട്ടും അല്ലേ? പിന്നെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ ഈസി ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? സി ഡി പാരലൽ ടു ഇ എഫ് ആൻഡ് ഡി ഇ ഈസ് ദി ട്രാൻസ്വേഴ്സൽ. സോ y plus 55 degree is equal to 180 degree. ഇതിൽ നിന്ന് y എന്ത് കിട്ടും? 180യിൽ നിന്ന് 55 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താണോ അതാണ് അല്ലേ? 180യിൽ നിന്ന് 55 സബ്ട്രാക്റ്റ് ചെയ്താൽ 125 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ റീസൺ എഴുതണം. എന്തെഴുതും? സം ഓഫ് ദി interior angles on the same side of the transversal always add up to 180 degree. അത് നിങ്ങളിവിടെ എഴുതിക്കണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈ നമുക്ക് 125 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് പറയാം? എ ബിയും സി ഡിയും പാരലലാണ്. ബി ഡി ഈസ് ദി ട്രാൻസ്വേഴ്സൽ. നൗ എ ബി പാരലൽ ടു CD and BD is the transversal. BD transversal ആണെങ്കിൽ ആംഗിൾ എക്സും ആംഗിൾ വൈയും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ ആംഗിൾ സോ എക്സ് ഈസ് ഈക്വൽ ടു വൈ. റീസൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വൈ എന്താണ് എന്ന് കണ്ടുപിടിച്ചു? 125 ആണ് എന്ന് കണ്ടുപിടിച്ചു. സോ എക്സ് ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫിഗർ നോക്കി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അടുത്ത നമ്മുടെ 6th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എൻ ഒ പി ഇൻ ഫിഗർ 5.35? എൻ ഒ പി എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. അതായത് ആംഗിൾ എ എത്രയാണ് എന്ന് അല്ലേ? എ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ഹിൻറ്റ് തന്നിട്ടുണ്ട്. നോക്കിയേ, ഡ്രോ ലൈൻസ് പാരലൽ ടു എൽ എം ആൻഡ് പി ക്യു ത്രൂ പോയിൻറ്റ് എൻ ആൻഡ് ഒ. അതായത് എൽ എമ്മിന് പാരലായിട്ട് എന്നിൽ കൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. പിന്നെ പി ക്യൂവിന് പാരലായിട്ട് ഓയിൽ കൂടെയും നമ്മളൊരു ലൈൻ വരയ്ക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, എൽ എമ്മും ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇതിന് ഞാൻ ആർ എസ് എന്ന് പേര് കൊടുക്കുന്നു. ഇതിന് ടി യു എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, എൽ എമ്മും ആർ എസും പാരലാണ്. എൽ എമ്മും ആർ എസും പാരലാണെങ്കിൽ ഈ ആംഗിളും ഈ വരുന്ന ഇത്രയും ആംഗിളും ഈക്വലായിരിക്കും. കാരണം എന്താണ്? എൽ എമ്മും ആർ എസും പാരലാണ്. എം എൻ ഇതിൻ്റെ ട്രാൻസ്വേഴ്സിലുമായാൽ ഈ 2 ആംഗിൾസ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ 2 ലൈൻസ് പാരലാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വലായിരിക്കും. പക്ഷെ നമുക്ക് 96 എന്ന് തന്നിരിക്കുന്നത് ഈ ഫുൾ ആംഗിളാണ് കേട്ടോ. നമുക്ക് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളായിട്ട് വരുന്നത് എത്രയുമാണ്? ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്കത് 96 എന്ന് എഴുതാൻ പറ്റില്ല.
96ൻ്റെ ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ആ 2 ആംഗിൾസിനൊന്ന് പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് ഈ ആംഗിളിന് എക്സ് എന്നും ഇതിന് ഡബ്ല്യു എന്നും കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നേരം നമ്മൾ ചെയ്തു വന്ന പോലെ തന്നെ ആംഗിളിന് നമ്പേഴ്സ് കൊടുക്കാം കേട്ടോ. ഇത് ആംഗിൾ 1, ഇത് ആംഗിൾ 2 എന്നും പേര് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 40യും ആംഗിൾ 2വും ഈക്വലാണ് എന്ന് നമുക്ക് പറയാം. അതിൽ നിന്ന് ഇത്രയും പോർഷൻ, അതായത് ഈ ആംഗിൾ 1 എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ 1 എത്രയാണ് എന്ന് കണ്ടുപിടിച്ചാൽ ആംഗിൾ 1ഉം എയുടെ വരുന്ന ഈ ഒരു പോർഷനും കൂടെ എന്തായിരിക്കും? ഈക്വലായിരിക്കും. കാരണം എന്താണ്? LMന് പാരലലാണ് RS, PQന് പാരലലാണ് TU. ഓക്കെ, ഇവിടെ ഓൾറെഡി നമ്മളോട് LMഉം PQവും പാരലലാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. LMഉം PQവും പാരലലാണെങ്കിൽ ഇതിന് പാരലായിട്ട് വരുന്ന ലൈൻസും എന്തായിരിക്കും? പാരലായിരിക്കും. അപ്പോൾ RSഉം TUവും പാരലലാണ് എന്ന് നമുക്ക് പറയാം. RSഉം TUവും പാരലലാണെങ്കിൽ NO ഇതിൻ്റെ ട്രാൻസ്വേഴ്സലാണ്. സോ ആംഗിൾ 1ഉം എയുടെ ഈ ഒരു പോർഷനും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതുകൊണ്ട് അത് ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് എ കണ്ടുപിടിക്കാം. അപ്പോൾ അത് നമുക്ക് സ്റ്റെപ്പ് എഴുതി നമുക്ക് പോകാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? LM പാരലൽ ടു RS and MN is the transversal. So angle LMN is equal to angle MNS. അല്ലെങ്കിൽ ആംഗിൾ 2 എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ MNSന് നമ്മൾ ആംഗിൾ 2 എന്നാണ് എടുത്തത്. സോ LMN എന്താണ്? 40 ഡിഗ്രിയാണ്. അപ്പോൾ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു ആംഗിൾ 2. അപ്പോൾ ആംഗിൾ 2 നമുക്ക് 40 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം MNO എത്രയാണ്? 96 ആണ്. ആംഗിൾ MNO എന്ന് പറയുന്നത് 96 ഡിഗ്രിയാണ്. ഈ MNO എന്ന് പറയുന്നത് ആംഗിൾ 1ഉം ആംഗിൾ 2ഉം കൂടെ ചേരുന്നതാണ് അല്ലേ. MNO എന്ന് പറയുന്നത് ആംഗിൾ 1ഉം ആംഗിൾ 2ഉം കൂടെ ചേരുന്നതാണ്. അപ്പോൾ MNOയുടെ പ്ലേസിൽ ഞാൻ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് എഴുതി. ദാറ്റ് ഈസ് 96 ഡിഗ്രി. ആംഗിൾ 2 40 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2ൻ്റെ പ്ലേസിൽ ഞാൻ 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 96 ഡിഗ്രി. ഇവിടെ നിന്ന് നമുക്ക് ആംഗിൾ 1 എന്ത് കിട്ടും? ആംഗിൾ 1 എന്ന് പറയുന്നത് 96ൽ നിന്ന് 40 സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 56 ഡിഗ്രി. അപ്പം ഈ ഇത്രയും ഒരു പോർഷൻ, അതായത് ഈ ബ്ലൂ ഷെയ്ഡ് ചെയ്ത ഈ പോർഷൻ എത്രയാണ്? 56 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് RSഉം TUവും പാരലലാണ്, NO ട്രാൻസ്വേഴ്സലാണ് എന്നും പറയാം. കാരണം എന്താണ്? ഓൾറെഡി LMഉം PQവും പാരലലാണ്. അപ്പോൾ ഈ 2 ലൈൻസിന് പാരലിൽ വരുന്ന ലൈൻസും എന്തായിരിക്കും? പാരലായിരിക്കും. ഓക്കെ, അപ്പോൾ RS പാരലൽ ടു TU ആൻഡ് എന്താണ് ട്രാൻസ്വേഴ്സൽ? NO ഈസ് ദി ട്രാൻസ്വേഴ്സൽ. അപ്പോൾ നമുക്കിവിടെ വരുന്ന ഈ ആംഗിളാണ് ആംഗിൾ 1. ആംഗിൾ 1ഉം ഇവിടെ വരുന്ന ഇത്രയും പോർഷനും അതെന്തായിട്ട് എടുക്കാം? NOTയും, അതായത് ആംഗിൾ 1ഉം SNOയും പിന്നെന്താണ്? NOTയും. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിലും നമുക്ക് ഈ 2 ആംഗിൾസിന് വേറെ പേര് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ആംഗിൾ 1 ആംഗിൾ 2 എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ ഇതിന് ആംഗിൾ 3, ഇത് ആംഗിൾ 4 എന്ന് പേര് കൊടുക്കുന്നു. ഈ മൊത്തം ആംഗിളാണ് ആംഗിൾ A എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 3യും ഇവിടെ എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇവിടെയും റീസൺ എഴുതിക്കുകയാണ്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് എഴുതിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആംഗിൾ 1 ഓൾറെഡി 56 ആണ് എന്ന് നമുക്ക് കിട്ടി. സോ ആംഗിൾ 3 ഈസ് ഈക്വൽ ടു 56 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ 3 നമുക്ക് 56 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്ത നോക്കിയാൽ TUവും PQവും പാരലലാണ് അല്ലേ. ഇനി നമുക്ക് അത് വെച്ചിട്ട് എഴുതാം. TU പാരലൽ PQ, ട്രാൻസ്വേഴ്സൽ എന്തായിട്ട് വരും? PO. ആൻഡ് PO ഈസ് ദി ട്രാൻസ്വേഴ്സൽ. അങ്ങനെയാണെങ്കിൽ 52ഉം ആംഗിൾ 4ഉം എന്താണ്?
ഈക്വലാണ് അല്ലേ. അപ്പോൾ ആംഗിൾ 4 ഈസ് ഈക്വൽ ടു 52 ഡിഗ്രി ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇവിടെ നോക്കിയേ, ആംഗിൾ എ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, ഈ രണ്ട് ആംഗിൾസും കൂടെ ആഡ് ആകുന്നതാണല്ലോ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ദസ് എ ഈസ് ഈക്വൽ ടു ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ആണല്ലോ. എ എന്ന് പറയുന്നത് ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ആകുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആംഗിൾ 3 എന്താ കിട്ടിയത്, 56 എന്ന് കിട്ടി. ആംഗിൾ 4 എന്താ കിട്ടിയത്, 52 എന്നും കിട്ടി. അപ്പോൾ എന്ത് കിട്ടും, അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 108 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ എ എന്ന് പറയുന്നത് എത്രയാണ്, 108 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ. അപ്പം ഇവിടെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. രണ്ടിനും പാരലായിട്ട് ഇതുവഴി ലൈൻസ് വരച്ചെങ്കിലേ ചെയ്യാൻ പറ്റൂ. ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് വെച്ച് നമ്മൾ ഈ ഓരോ ആംഗിളുകളും കണ്ടുപിടിക്കുന്നു. എ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളുകളും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ആംഗിളുകൾ കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗർ ഇറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്റർ മൊത്തം കഴിഞ്ഞു. ഇനി പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.